അടുത്തിടെ രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച ടിഎംസി വിട്ട 3 നേതാക്കളായ സുവേന്ദു ശേഖർ റോയ്, പ്രകാശ് സിംഗ് ബറാക്, സുസ്മിതാ ദേവ് എന്നിവർ ബിജെപിയിൽ ചേർന്നിരിക്കുകയാണ്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സാട്ടിലേക്ക് ബിജെപി ഓഫീസിൽ വെച്ചാണ് സംസ്ഥാന ബിജെപി പ്രസിഡന്റ് ഷാമിക് ഭട്ടാചാര്യയുടെ സാന്നിധ്യത്തിൽ ഇവർ ബിജെപിയിൽ ചേർന്നത്. 3 അംഗങ്ങൾക്കും ബിജെപിയിൽ നിന്ന് രാജ്യസഭാ ടിക്കറ്റ് ലഭിച്ചേക്കുമെന്നാണ് നിലവിലത്തെ സൂചനകൾ. ബിജെപി പതാകകൾ നൽകി അവരെ സ്വാഗതം ചെയ്ത ഭട്ടാചാര്യ അവരുടെ രാഷ്ട്രീയ അനുഭവം സംസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അത് കൂടുതൽ സഹായിക്കുമെന്നാണ് പറയുന്നത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ആഭ്യന്തര കലഹങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയൊരു നിർണായകമായ നീക്കം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പുറത്താക്കപ്പെട്ട MLA ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ കൂട്ടം MLA-മാർ പിരിഞ്ഞതിനെ തുടർന്നാണ് പ്രതിസന്ധി ആരംഭിച്ചത്. വിമത MPമാർ പാർലമെന്റിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ തേടുകയും മുതിർന്ന BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. 3 നേതാക്കളും കഴിഞ്ഞ മാസം മുമ്പാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജ്യസഭയിൽ നിന്നും രാജിവെച്ചത്. രാഷ്ട്രീയവും വ്യക്തിപരവുമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്റെ തീരുമാനമെന്നാണ് പാർട്ടി വിട്ട ശേഷം സുസ്മിതാ ദേവ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാൻ തൃണമൂൽ കോൺഗ്രസ് വിട്ടതെന്ന് ഒരു നീണ്ട കഥയാണ്. ഒരേ സമയം 2 വള്ളത്തിൽ ഇരിക്കുന്ന അവസ്ഥ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മമതാ ദീദിയെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും അവർ വ്യക്തമാക്കുകയാണ്. രാജിവെച്ച ആദ്യ മുതിർന്ന നേതാക്കളിൽ ഒരാളായ സുവേന്ദു ശേഖർ റോയ് സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം TMCക്കെതിരെ അതിരൂക്ഷമായ ഒരു പ്രതികരണമാണ് നടത്തിയത്. വർഷങ്ങളായുള്ള ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നും ആർജിക്കാർ ആശുപത്രി വിവാദത്തിനിടെ രാജിവെച്ചിരുന്നുവെങ്കിൽ താൻ ആക്രമിക്കപ്പെടുമായിരുന്നുവെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. താൻ രാജ്യസഭാ ചെയർമാനെ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചു. പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം വാട്സപ്പിലൂടെയും ഇമെയിലൂടെയും മമതാ ബാനർജിയെ അറിയിച്ചിട്ടുണ്ട്. 2029 വരെ രാജ്യസഭയിൽ MP-ആയി ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തുടരാൻ ബുദ്ധിമുട്ടായതിനാൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. രാജിക്കത്ത് അങ്ങനെയാണ് മമതയ്ക്ക് അയച്ചപ്പോൾ കൂട്ടിച്ചേർത്തത്. കോൺഗ്രസ് വിട്ട് 2021 TMCയിൽ ചേർന്ന സുസ്മിതാ ദേവ് വ്യാപകമായി അഴിമതി ആരോപിച്ച് തന്റെ മുൻ പാർട്ടിക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത്. TMCയിൽ ചേർന്നതിന് ശേഷമാണ് അഴിമതിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് സുസ്മിത പറയുന്നത്. എന്റെ വിമർശകർ നിരവധി പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചേക്കാം, പക്ഷേ എനിക്കെതിരെ ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അഴിമതിയിൽ എനിക്ക് പങ്കുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നാണ് സുസ്മിത പറഞ്ഞത്. ദേവറെ അതോടൊപ്പം തന്നെ ബെഗ്രേക് എന്നിവർ ഉപരിസഭയിൽ നിന്നും അതായത് രാജ്യസഭയിൽ നിന്നും രാജിവെച്ചിരുന്നു. അവർ TMCയിലെ അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ MPമാരായിരുന്നു. രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മാസം 24-ാം തീയതി വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ ഒഴിവുവന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. BJP ഇപ്പോൾ 3 പേരെയും ഔദ്യോഗികമായി മത്സരിപ്പിക്കാനാണ് ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത്. അതോടെ പാർട്ടി ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് തിരിച്ചു വരാൻ ഇവർക്ക് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ ഒരു വൻ വൃക്ഷം എന്ന രീതിയിൽ കടപൊഴുകി വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം സ്വന്തമായി തന്നെ ഒരു ഹെലികോപ്റ്ററുകൾ മമതാ ബാനർജിക്ക് ഉണ്ട് എന്നത് ED ആണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തേക്ക് വിട്ടത്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഒരു രാജകീയമായ പരിവേഷത്തോടെ ആർഭാടത്തോടെ ജനങ്ങളുടെ പണങ്ങൾ കൊണ്ട് ഒരു ദൂർത്തായി മാറുന്ന ഒരു മമതാ ബാനർജിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു മുഖമാണ് ഇന്നലെ ED എടുത്ത് പുറത്തേക്കിട്ടത്. അപ്പോൾ സ്വാഭാവികമായി ഒരു അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയക്കാർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, എന്നെ കരുവാരി തേക്കാനായിട്ട് നോക്കുന്നതാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഞാൻ നിരപരാധിയാണ് എന്നൊക്കെയുള്ള സ്ഥിരം ഡയലോഗുകൾ അടിച്ചുവെങ്കിലും ED കൃത്യമായി തന്നെ മമത കാണിച്ചു കൂട്ടിയ തെറ്റുകൾ, മമതയുടെ കുറ്റകൃത്യങ്ങൾ എന്താണ്, മമതയ്ക്ക് ഇതിൽ എന്തൊക്കെയാണ് പങ്ക് എന്നുള്ളത് അക്കമിട്ട് നിർത്തുന്ന ഒരു നീക്കങ്ങളാണ് ED ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടത്. അതോടുകൂടി മമതയ്ക്ക് പിന്നെ ഒരു ഉത്തരവുമില്ല അല്ലെങ്കിൽ ഒരു മിണ്ടാട്ടവുമില്ല. അതിനെ ഒന്ന് പ്രതിരോധിക്കാനുള്ള ഒരു വാക്കുകൾ പോലും മമതയുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മമതയുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുന്ന ഒരു നീക്കത്തിലേക്ക് ED വരും ദിവസങ്ങളിൽ പോകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.